പ്രവാസികൾക്ക് പ്രവാസ ലോകത്തുള്ള ജോലികൾ ഇന്ന് അവർക്കൊരു ശാപമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഒരു കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളാണ് ഞാനും നിങ്ങളും കണ്ടത്. ഈ വീഡിയോ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടത്. അവിടെ അധ്വാനം കണ്ടോ? അവിടെ വിഷമങ്ങൾ കണ്ടോ? അവിടെ കുറ്റപ്പെടുത്തലുകൾ കണ്ടോ? ഒരു പരാതിയുമില്ലാതെ പിന്നീടും അവർ ജോലി എടുക്കുകയാണ്. അവർക്ക് അവിടെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കളില്ല, അവർ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഭാര്യയില്ല, മക്കളില്ല. എന്നിട്ടും ഒരു കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടി എത്രയോ മുകളിൽ നിന്ന് താഴോട്ട് വീണ് എണീച്ച് അവിടെ നിന്ന് അവൻ പണിയെടുക്കുന്നു. ഒരു പരാതിയുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഓരോ വേർപ്പ് തുള്ളികളും ഓരോ രക്തത്തുള്ളികളും അവൻ അധ്വാനിക്കുന്ന അധ്വാനങ്ങളെല്ലാം ഒരു കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. ദയവ് ചെയ്ത് പ്രവാസികളെ ആരും കുറ്റപ്പെടുത്തരുത്. എല്ലാ ഭാര്യമാരോടും പറയാനിരിക്കുന്നത്, പ്രവാസ ജീവിതം എന്നുള്ളത് സുഖകരമായ ജീവിതമല്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിരിക്കും അവിടെ പോയി ദീനാറുകളുടെയും ദിർഹമുകളുടെയും റിയാൽസുകളുടെയും മരങ്ങളെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് ക്യാഷ് അയക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കത് തെറ്റാണ്. അവർ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ പിന്നിൽ ഓരോ വേർപ്പ് തുള്ളികളും ഓരോ രക്തത്തുള്ളികളും കേൾക്കേണ്ട എല്ലാ വാക്കുകളും കേട്ടുകൊണ്ടാണ് ഒരു കുടുംബത്തെ അവർ പോറ്റി വളർത്തുന്നത്. എന്നിരിക്കെ തികയാത്തതിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ഒരു നാട്ടിൽ കല്യാണം വരുന്ന സമയത്ത്, ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഐറ്റംസുകൾ എടുക്കുന്ന സമയത്ത് ക്യാഷുകൾ തികയാതെ വരുമ്പോൾ നീ ഇത്ര വർഷം ദുബൈയിൽ പോയി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആ കുത്തുവാക്കുകളായിരിക്കും ചിലപ്പോൾ പ്രവാസികളുടെ മനസ്സ് പൊട്ടിപ്പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടും പറയുന്നത്, നിങ്ങളുടെ പ്രവാസ ലോകത്തുള്ള ഭർത്താക്കന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ നിങ്ങൾ അറിയണം. അവരുടെ ജോലികളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ ഒന്ന് കണ്ടറിയണം. എന്നാലേ നിങ്ങൾക്ക് പ്രവാസ ലോകത്തുള്ള ജനങ്ങളുടെ ജോബുകൾ, അവരുടെ ഡ്യൂട്ടികൾ, അവരുടെ ജോലികൾ എങ്ങനെയാണ് അധ്വാനിച്ച് അവർ ക്യാഷുകൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഈ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന എല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും അള്ളാഹു നല്ല ആഫിയത്ത്, ആരോഗ്യം അള്ളാഹു താല കൊടുക്കട്ടെ എന്ന് ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. അതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം, അതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ തണല്, അതായിരിക്കും നിങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ ക്വാളിറ്റി. അതുകൊണ്ട് ഓരോ പ്രവാസികളായ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ കുത്തുവാക്കുകളെ കൊണ്ട് അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അവരെങ്ങാളും ദിവസം കഴിക്കുന്ന ഒരു കുബൂസ് 2 കുബൂസായി പോയാൽ നാട്ടിലേക്ക് അയക്കേണ്ട ക്യാഷുകൾ കുറഞ്ഞു പോകും. ഭാര്യ മക്കൾ അവർ പട്ടിണി കിടന്നു പോകുമെന്ന് ചിന്തിച്ച് 2 കുബൂസിൽ നിന്ന് 1 കുബൂസെ ചുരുക്കിക്കൊണ്ട് അവർ തിന്നുന്നത്. കാരണം അവർക്ക് വേറെ നിറയെ തിന്നാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന്, സാലറികളിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ നാളെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യ മക്കളും പെട്ടിനി കിടന്നാൽ അതെൻ്റെ മനസ്സിന് സഹിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചു കൊണ്ടാണ് പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി സ്വപ്നം കണ്ട് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പറന്നിറങ്ങിയ ഓരോ പുരുഷന്മാർക്കും പറയാനിരിക്കുന്നത്, കുടുംബത്തെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ വിദേശത്തേക്ക് പോയത്. അവർക്കൊരു പരാതിയുമില്ല. അവർ അധ്വാനിക്കുന്നത് തന്നെ കുടുംബത്തിന് വേണ്ടിയാണ്. അവർക്കൊരു ആക്ഷേപവുമില്ല. ആരെന്ത് പറഞ്ഞാലും അവർക്കൊരു ആക്ഷേപമില്ല. അതുകൊണ്ട് ഓരോ പ്രവാസികളായ മനുഷ്യരെയും അവരെ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാകണം, കേൾക്കാൻ ഒരു ഭാര്യ ഉണ്ടാകണം, കേൾക്കാനുള്ളൊരു മക്കളുണ്ടാകണം, കേൾക്കാൻ ഒരു മാതാപിതാക്കളും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാസ ലോകം എന്നുള്ളത് അത് ചെറിയ വിഷയമൊന്നല്ല. നിങ്ങൾ ഈ കണ്ട
വീഡിയോകൾ കണ്ടപ്പോൾ നിങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. എത്രയോ മുകളിൽ നിന്ന് താഴോട്ട് വീണുപോയ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാനും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രവാസ ലോകത്തുള്ള ആളുകളുടെ ജോലി ഇന്നലകളിൽ അവർക്കൊരു ശാപമായിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പ്രവാസ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആഫിയത്ത്, ആരോഗ്യം അള്ളാഹു തആല കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.